ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ACPയും കൂട്ടരും രാധികയും വരണം എല്ലാവരും സാറയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ACP സാറയുടെയും ചന്ദ്രശേഖറിന്റെയും അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് സാറെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന്. സാറെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാണെന്ന്. ആ സമയത്ത് വരണം രാധികയും അവിടേക്ക് വരുന്നു. രാധിക പറയുന്നുണ്ട് ആറ്റുകാശ്ശേരി സദ്യയിൽ വിഷം കലർത്തിയതിനാണെന്ന്. സാറെ അപ്പോൾ ACPയോട് പറയുന്നുണ്ട് ACP സാറ് ഇപ്പോൾ ഇവരുടെ കളിപ്പാവയായി മാറിയിരിക്കുകയാണോ, ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കരുതെന്നൊക്കെ പറയുന്നു. ചന്ദ്രശേഖറും അപ്പോൾ പറയുന്നുണ്ട് സാറ് പറയുന്നതിന് എന്ത് തെളിവാണുള്ളതെന്നൊക്കെ. ACP അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ പുറത്തേക്ക് വരാനെന്ന്. സാറയും ചന്ദ്രശേഖറും വെളിയിലേക്ക് വരുമ്പോൾ ജോൺസണെയും ഫാമിലിയും അതുപോലെ ചന്ദ്രികയും കാണുന്നുണ്ട്. അവരെ കാണുമ്പോൾ തന്നെ രണ്ടുപേരും ഞെട്ടിപ്പോകുന്നുണ്ട്. ACP അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുവെന്ന്. ACPയുടെ മുന്നിൽ വെച്ച് തന്നെ ജോൺസൺ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഞങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു സാറാ മേഡം, പക്ഷെ ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വലിയ സന്തോഷത്തിലായെന്നൊക്കെ പറയുന്നു. അത് ചതിക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലായില്ലെന്നൊക്കെ പറയുന്നു. ചന്ദ്രികയും പറയുന്നുണ്ട് ഞാനാണ് ഭക്ഷണത്തിൽ വിഷം കലർത്തിയത് ഇവർ പറഞ്ഞിട്ടാണെന്നൊക്കെ പറയുന്നു. ACP പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്, എന്തായാലും സാറെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, സാറയുടെ ടേക്ക് കെയർ ആയ ചന്ദ്രശേഖരനെയും അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. സാറെ അപ്പോൾ മൊബൈൽ എടുത്ത് ആരെയോ വിളിക്കാൻ തുടങ്ങുന്നുണ്ട്. ACP മൊബൈൽ പിടിച്ചു വാങ്ങുന്നു. ACP പറയുന്നുണ്ട് ഇനി ഞാൻ പറയാതെ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന്. സാറേ അപ്പോൾ രാധികയോട് പറയുന്നുണ്ട് നീ ഇപ്പൊ ജയിച്ചായിരിക്കും, പക്ഷെ നിന്നെ ഞാൻ വെറുതെ വിടില്ല, ഉറപ്പായിട്ടും ഈ സാറ് തിരിച്ചു വന്നിരിക്കും, നിന്നോട് പ്രതികാരം ചെയ്തിരിക്കുമെന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് സാറയുടെ മുഖത്തേക്ക് ഒരടി വീഴുന്നുണ്ട്. ജോൺസന്റെ വൈഫാണ് അടിക്കുന്നത്. അവർ സാറയോട് ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും പിന്നെ നിന്ന് സംസാരിക്കുന്നു എന്നൊക്കെ. പോലീസുകാർ ചന്ദ്രശേഖരനെയും സാറേയും അറസ്റ്റ് ചെയ്ത് അവിടെ നിന്നും കൊണ്ടുപോകുന്നു. ACP വരുണോടും രാധികയോടും പറയുന്നുണ്ട് ഇതുപോലെ അവരെല്ലാ കള്ളത്തരങ്ങളും തെളിവ് സഹിതം പിടിച്ചിരിക്കുമെന്നൊക്കെ, നിങ്ങൾ സമാധാനമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ACP പോകുന്നു. തുടർന്ന് കാണിക്കുന്നത് ബെഞ്ചമിനെ ഊർമിള ഫോൺ ചെയ്യുന്നു. ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് ശ്യാമെ ഞാനൊന്ന് പരീക്ഷിക്കാൻ പോവുകയാണെന്ന്, അതിന്റെ റിസൾട്ട് പിന്നെ വിളിച്ചു പറയാമെന്നൊക്കെ പറയുന്നു. ശ്യാമ പാടിയ പാട്ട് തന്നെ ഊർമിള വെച്ച് കേൾപ്പിക്കുന്നുണ്ട്. ശ്യാമ ആ പാട്ട് കേട്ടുകൊണ്ട് അടുത്തേക്ക് വരുന്നുണ്ട്. ഊർമിളയോട് പറയുന്നുണ്ട് നല്ല പാട്ടാണ്, ഇതാരാണ് പാടിയതെന്നൊക്കെ ചോദിക്കുന്നു. ഊർമിള അപ്പോൾ ഒന്നും പറയുന്നില്ല, ചിരിക്കുക മാത്രം ചെയ്യുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ഓർമ്മ കിട്ടുകയാണെങ്കിൽ ആരാ പാടിയതെന്ന് പറയണേന്നൊക്കെ. തുടർന്ന് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയിൽ യശോദയും വരുണയും രാധികയും മുത്തശ്ശിയും എല്ലാമാണ്. യശോദ സാറെ കുറിച്ച് പറയാൻ, എന്നാലും ആ സാറെ അങ്ങനെയൊക്കെ ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്നൊക്കെ. വരുൺ അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും കോടതിയിൽ അവർ നിരപരാധിത്വം തെളിയിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ, എല്ലാത്തിനും സാക്ഷികളൊക്കെ സ്ട്രോങ് ആന്നൊക്കെ പറയുന്നു. ജയഭാരതി മുത്തശ്ശി ആലോചിച്ചിരിക്കുന്നത് കണ്ടിട്ട് രാധിക പറയുന്നുണ്ട് മുത്തശ്ശി എന്താണ് ആലോചിക്കുന്നതെന്ന്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ആ സാറ് ആദ്യമായിട്ട് കണിമംഗലത്ത് വന്നപ്പോൾ തന്നെ എനിക്കെന്തോ സംശയം തോന്നിയതാണ്, അവൾ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് എന്തോ പ്രതികാരം ചെയ്യുന്നത് പോലെയാണെന്നൊക്കെ പറയുന്നു. മുമ്പെങ്ങോ കണ്ടു പരിചയമുള്ളതുപോലെയൊക്കെ തോന്നുന്നു, സാറയുടെ വരവ് എന്തോ ഒരു ഉദ്ദേശത്തോടെയാണെന്നൊക്കെ മുത്തശ്ശി പറയാണ്. യശോദ അപ്പോൾ പറയുന്നുണ്ട് സാറയ്ക്ക് ദേഷ്യം ചന്ദ്രശേഖരനോടുള്ള ശത്രുതയല്ലേ എന്നൊക്കെ. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് അത് മാത്രമാണെന്ന് തോന്നുന്നില്ലെന്ന്. വരുണും അപ്പോൾ പറയുന്നുണ്ട് ഇനി അങ്ങനെ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോ ഒന്നും അറിയില്ലല്ലോ, എന്തെങ്കിലും വരുന്നിടത്ത് വെച്ച് വരട്ടെ, നമുക്കെല്ലാം നേരിടാമെന്നൊക്കെ പറയുന്നു. തുടർന്ന് കാണിക്കുന്നത് ശ്യാമയും ആ ആശ്രമത്തിലെ വേറെ സ്ത്രീകളും കുട്ടികളും എല്ലാം ഒരു നദിയുടെ തീരത്തിരിക്കുന്നതാണ്. കുട്ടികൾ നദിയുടെ തീരത്ത് ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്യാമ മാത്രം ഒറ്റപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് ഒരു അമ്മയാണെങ്കിൽ വേറെ സ്ത്രീകളോട് പറയുന്നുണ്ട് അവരോട് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ലെന്നൊക്കെ പറയുന്നു. ശ്യാമയെക്കുറിച്ച് തന്നെ അവർ പറയുകയാണ് അവർ ഏതോ വലിയ വീട്ടിലെ സ്ത്രീയാണെന്നാണ് തോന്നുന്നതെന്നൊക്കെ. കൂടെയുള്ള സ്ത്രീ ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞെന്നൊക്കെ. അവരപ്പോൾ പറയുന്നുണ്ട് ആ ഊർമിള ഫോണിൽ കൂടെ സംസാരിക്കുന്നത് കേട്ടെന്ന്. ഊർമിള അപ്പോൾ ആ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഊർമിള ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഞാൻ ഫോണിൽ സംസാരിക്കുന്നതൊക്കെ അപ്പോൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണോ എന്നൊക്കെ. ആ സ്ത്രീ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ചുമ്മാതെ കള്ളം പറഞ്ഞതാണെന്ന്.
ഊർമിള അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളെയൊക്കെ ഇവിടെ വിട്ടിട്ട് പോയ ആൾക്കാരാണെങ്കിൽ ഇവിടെ നടക്കുന്നതെന്നോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്താലും അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നോണമെന്നൊക്കെ പറയുന്നു. കുട്ടികൾ ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോൾ പുഴയിലേക്ക് പോകുന്നു. കുട്ടികൾക്ക് അപ്പോൾ ബോൾ എടുക്കാൻ പറ്റുന്നില്ല. കുട്ടികൾ അപ്പോൾ പറയുന്നുണ്ട്, ഇനി എന്ത് ചെയ്യുക എന്നൊക്കെ. അതിലൊരു പെൺകുട്ടി ഒരു കമ്പെടുത്തുകൊണ്ട് വന്നിട്ട് ബോൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.